അയാൾ പറഞ്ഞ വാക്കാണ്, ഞാൻ ചെയ്തതിൻ്റെ പണി എനിക്ക് അള്ളാഹു ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ഞാൻ ചെയ്ത ദ്രോഹത്തിന്, ജീവികളോട് മനുഷ്യരോട് കാണിക്കുന്ന ദ്രോഹങ്ങൾക്ക് ചിലതൊന്നും അള്ളാഹു എന്ത് ചെയ്യും, ഇവിടെ തന്നെ കൊടുക്കും. പക്ഷെ ആ കൊടുക്കുന്ന ആളുകൾക്ക് അത് തിരിച്ചറിയാനോ അവർക്ക് മാറാനും കഴിയുമ്പോൾ അത് വലിയ നിയമത്താണ്. അല്ലാത്തൊരാളെങ്കിൽ എന്തായിരിക്കും? അല്ലാത്തൊരാൾക്ക് ആ ശിക്ഷ പോലും എന്താണെന്ന് അറിയാതെ ഒരു 2003-04 കാലഘട്ടം, ഉം. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. ഉം. ഇടവണ്ണ ജാമ്യ നദിയിൽ പഠിക്കുന്ന സമയത്ത് ഉം. ഒരു 2003-04 ആ സമയം 2-3 വർഷമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 വർഷം കഴിയുമ്പോൾ ഇവിടേക്ക് റമദാനിൽ പള്ളിയിൽ തറാവീക്ക് അവിടെ ഒരു പിന്നെ തറാവീക്ക് ശേഷം ക്ലാസ് എടുക്കാൻ, ഉം. അപ്പോൾ അങ്ങനെ വിളിക്കും. ഉം. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആവുമല്ലോ നമുക്കത് ഉം. പഠിക്കണ സമയത്ത് പഠിക്കണ സമയത്ത്. അപ്പോൾ ഉള്ള ഹിഫുളും അതിൽ കുറച്ച് നമുക്ക് അവിടെ നിൽക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഹദീസുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ക്ലാസ് എടുത്തിട്ട് നമുക്കൊരു പ്രാക്ടീസ് ആവുകയും ചെയ്യും. പിന്നെ നമുക്കിവിടെ ഒരു 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 കുറേ എല്ലാവരും അങ്ങനെ റമദാനാകുമ്പോൾ ലീവ് ആകുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ നിലമ്പൂർ ഭാഗത്തുള്ളൊരു ചെറിയൊരു പള്ളി, ഉം. അപ്പോൾ ഇവിടെയുള്ള നമ്മളെ പ്രവർത്തകനാണ് ഇസ്മായിൽ ഖാൻ. ഇസ്മായിൽ ഖാനെ പരിചയമുണ്ടോയെന്ന് അറിയില്ല. നിലമ്പൂരിലുള്ള ഇസ്മായിൽ ഖാൻ. ഇസ്മായിൽ ഖാൻ ആണ് അദ്ദേഹത്തിൻ്റെ അന്ന് അവിടെ ഉള്ളേരിയയിലാണ്, മണലോടി പറഞ്ഞ ഉള്ള ഏരിയയിലുള്ള സ്ഥലത്താണ്. അപ്പോൾ ആ പള്ളിയിൽ ഞാൻ പിന്നെ ഇതുപോലെ പോയി. അപ്പോൾ അവിടെ പറഞ്ഞാൽ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ, വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പള്ളിയിൽ ഒരാളിങ്ങനെ ഒരു മഗ്‌രിബ് ഇശ പിന്നെ നോമ്പ് തുറക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ തുറക്കണ സമയത്ത് ഇങ്ങനെ ഒരാൾ വരും. ഉം. മൂസക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കുറച്ച് പ്രായമുണ്ട്. പക്ഷേ അയാൾക്ക് ഈ സ്ട്രോക്ക് വന്നിട്ട് കൈയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇത്രക്കണ്ട് വളഞ്ഞിട്ടുണ്ട് ഒരു കാലം. അപ്പം ഇങ്ങനെ വേച്ച് നടന്നു വരുള്ളൂ. ചിലപ്പോൾ ഒരു കയ്യിലൊരു പിന്നെ വടി ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വേച്ച് ഇങ്ങനെ നടക്കും. നന്നായിട്ട് സംസാരിക്കും. ചെറിയൊരു ഇങ്ങനെ ഒരു കോട്ടുണ്ടെങ്കിലും നന്നായിട്ട് സംസാരിക്കും. ആ സ്ട്രോക്കിൻ്റെ ബാക്കി. അതെ. ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരിക്കും ഒരു പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത്. ഇക്കാമത്ത് കൊടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് അവിടെയുള്ള ദാവാനും പിന്നെ ഇഷ കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യുള്ളൂ, തറാവീം കഴിഞ്ഞിട്ടേ പിന്നെ പോവുള്ളൂ, പള്ളിയിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ അതുവരെ നിൽക്കും. അപ്പം അയാളായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ കുട്ടിയല്ല. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ മുമ്പത്തെ കാലം അയാളിങ്ങനെ പറയണം, പണ്ട് അയാൾ നടന്നിരുന്ന കാലങ്ങൾ. പിന്നെ അയാൾക്ക് ഈ ഒരു തൗഹീദ് മനസ്സിലായി, സത്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഒരു മൂഡിലേക്ക് വന്ന്, അപ്പോഴേക്കും ഇങ്ങനെ ഒരു സ്ട്രോക്കിൻ്റെ അവസ്ഥയൊക്കെ വന്നപ്പോഴേക്കും അതിൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അയാളൊരു കഥ പറഞ്ഞു. അയാൾ പറഞ്ഞ കഥ എന്താ വെച്ചാൽ, അയാൾ പറയുകയാണ്, ഞാൻ ഈ ലോറിയിലെ ഡ്രൈവറായിരുന്ന സമയത്ത് അന്ന് ചില ആളുകളോടൊക്കെ ഇങ്ങനെ വളരെ പരുഷമായിട്ട് പെരുമാറുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എവിടെയോ യാത്ര പോകുന്ന സമയത്തൊക്കെയാണ് തോന്നുന്നുണ്ട് എന്ന് അയാൾ പറഞ്ഞ്. അപ്പം ഇങ്ങനെ കുറച്ച് ഈ ക്രൂരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. അപ്പോൾ അതിൽ മനുഷ്യൻ്റെ ഇതിൽ ആളുകളോട് പോട്ടെ, അതിന് പുറമെ കൂടുതൽ വെച്ചാൽ ഈ ജന്തുക്കളെ, ജീവികളെയൊക്കെ പെട്ടെന്ന് കണ്ടാൽ അതിനൊക്കെ ഒരു ചിലപ്പോൾ നമുക്ക് ഉപദ്രവമുള്ള ജീവികളാണെങ്കിൽ നമ്മൾ കൊല്ലുമല്ലോ. പക്ഷെ ഇയാൾ പെട്ടെന്നൊന്നും കൊല്ലൂല, അതിനിങ്ങനെ ജീവനാക്കിയിട്ടൊക്കെ പകുതിയാക്കിയിട്ട്. അപ്പോൾ അതിൽ അയാളൊരു കാര്യം പറഞ്ഞ്, അന്ന് ഈ എലിയാണോ പെരിച്ചായാണോ അതിനെ അയാൾ പിടിച്ചിട്ട് അന്ന് വിളക്ക് കത്തിച്ചിട്ട് ഇതിൻ്റെ കാല് 2 വിളക്കിൽ ചൂടാക്കി. കാല് ചൂടാക്കിയിട്ട് അപ്പോൾ അത് വേവുമല്ലോ. എന്നിട്ട് അതിനെ നിലത്ത് വെക്കുമ്പോൾ നടന്നിങ്ങനെ പോകും, അതിങ്ങനെ പോകും. അങ്ങനെ ഏതെല്ലാം അതിനെ കൊല്ലാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ നിന്നൊക്കെയോ ചെറുപ്പത്തിലുള്ളൊരു ക്രൂരമായൊരു മനസ്സ്, അങ്ങനെ അതിങ്ങനെ നടന്ന് വേച്ച് ഇങ്ങനെ പോണ കാണുമ്പോൾ ഒരു രസമായിരുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, അങ്ങനെ കുറേ ഒരു ക്രൂരമായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തൊരു കാലം. അത് കഴിഞ്ഞ് പിന്നീട് ഈ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് അയാൾ കടന്നു വന്ന്, എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ ആ ചെയ്ത പ്രവർത്തനത്തിന് അള്ളാഹ് എനിക്ക് തന്ന ശിക്ഷയാണിത്. ഞാൻ ഇന്നീ കണ്ടില്ലേ വേച്ച് ഇങ്ങനെ നടന്നു വരുന്നത്. ഈ നടന്നു വരുമ്പോൾ ഞാൻ അന്ന് ചെയ്ത അതിനെ ഞാൻ ആലോചിക്കും. അപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ അറിവില്ലായ്മ സമയത്താണ്. പക്ഷേ അള്ളാഹ് എനിക്ക് ഇവിടെ നിന്ന് ഇന്ന് പരലോകത്തുനിന്ന് എനിക്ക് അതിൻ്റെ ഒരു ശിക്ഷ കിട്ടാൻ ഞാൻ മതി, ഇവിടെ നിന്ന് എനിക്കത് സഹിക്കാവുന്നേ ഉള്ളൂ. കയ്യിലിങ്ങനെ ഗുളിക ഉണ്ടാവും, അങ്ങനെ ഇടയ്ക്കെടുത്ത് ഇങ്ങനെ വെക്കും. പിന്നെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം വേഗം അത് പെട്ടെന്ന് പ്രഷറാവും, ചൂടാവും, അങ്ങനെയൊക്കെ. എന്നാലും അയാൾ മാക്സിമം പിടിച്ചു വെക്കാൻ വേണ്ടി നോക്കും.
അങ്ങനെ ഭയങ്കരമായിട്ടൊരു കൂട്ടായിരുന്നു അദ്ദേഹത്തിട്ട്. അപ്പോൾ അയാൾ എപ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കരയും. ഉം. അപ്പോൾ ഞാനിങ്ങനെ പിന്നീട് ഇങ്ങനെ ആലോചിച്ചു, മനുഷ്യന് എത്ര ക്രൂരമായ മനസ്സുള്ള മനുഷ്യനും ഈ സത്യത്തിൻ്റെ ദീനിൻ്റെ ശരിയായ സന്ദേശം കിട്ടുമ്പോഴേക്കും അവർ ലോലമായി പോകും, ആകെ മാറിപ്പോ. അവരാകെ മാറിപ്പോവും. പിന്നീട് ഇടയ്ക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നീട് പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടനെ തന്നെ അപ്പോൾ അയാളിങ്ങനെ എപ്പോഴും പറയും, ഞാനേതായാലും ഇങ്ങനെയൊക്കെ തന്നെ ഇനി ഇങ്ങനെ തന്നെ ഞാൻ ആവുള്ളൂ, പക്ഷെ എനിക്ക് ഇങ്ങനെ പോയാലും എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ അങ്ങോട്ട് അയാളെ മകളെ പഠിപ്പിക്കുന്ന കാര്യം ഇതൊക്കെ അങ്ങനെയൊക്കെ പറയായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഞാനിങ്ങനെ ജാമ്യയിലാന്ന് തന്നെ ഒരു വർഷം തേങ്ങിയിട്ടില്ല ജാമ്യയിലേക്കും അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അതിങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ അതിങ്ങനെ ആലോചിച്ചത്. ഞാൻ വിചാരിച്ചു വെച്ചാൽ മനുഷ്യന് ചില കാര്യങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് ചെയ്തതിനുള്ള പ്രതിഫലം ചിലപ്പോൾ അയാൾ പറഞ്ഞ വാക്കാണ്, ഞാൻ ചെയ്തതിൻ്റെ പണി എനിക്ക് അള്ളാഹു ഇവിടുന്ന് തന്നെ തന്നിട്ടുണ്ട്. ഞാൻ ചെയ്ത ദ്രോഹത്തിന് ജീവികളോടും മനുഷ്യരോട് കാണിക്കുന്ന ദ്രോഹങ്ങൾക്ക് ചിലതൊന്നും അള്ളാഹു എന്ത് ചെയ്യും, ഇവിടുന്ന് തന്നെ കൊടുക്കും. പക്ഷെ ആ കൊടുക്കുന്ന ആളുകൾക്ക് അത് തിരിച്ചറിയാനോ അവർക്ക് മാറാനും കഴിയുമ്പോൾ അത് വലിയ നിയമത്താണ്. അല്ലാത്തൊരാളെങ്കിൽ എന്തായിരിക്കും, അല്ലാത്തൊരാൾക്ക് ആ ശിക്ഷ പോലും എന്താണെന്ന് അറിയാതെ അവർ തീർത്തും ആ ശിക്ഷ ഇവിടുന്ന് പരലോകത്തും കിട്ടാവുന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും. അള്ളാഹു നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്കനുസരിച്ചൊക്കെ നമ്മൾ ശിക്ഷിക്കാൻ പുറപ്പെട്ടാലേ പടച്ചോനെ നമ്മളുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അതെ തന്നെ അല്ലേ? ഒരു അനുഗ്രഹങ്ങൾക്ക് ഏതായാലും നമ്മളും പിന്നെ നന്ദി പറയാൻ ഭയങ്കര മടി കാണിക്കുന്നുണ്ട്. അതിനപ്പുറം അള്ളാഹു വിലക്കിയ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാൻ നമ്മളെ കൊണ്ട് നമ്മളൊക്കെ എത്ര സൂക്ഷിച്ചാലും എത്തുന്നില്ല എന്നാണ് പൊതുവെ വിശ്വാസികൾക്കൊക്കെ തോന്നേണ്ടത്. ഞാൻ സെറ്റായി എന്ന് തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ശിക്ഷയാണെന്ന് അദ്ദേഹം ഇങ്ങനെ ശിക്ഷയാണെന്ന് പറഞ്ഞല്ലോ. ശിക്ഷയാണോ അല്ലേന്ന് നമുക്കറിയില്ല, അള്ളാഹു. പക്ഷേ ആ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തിനൊരു എനർജി. ഞാൻ അതൊക്കെ സഹിച്ചോളാം, പക്ഷേ എനിക്ക് അതുകൊണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിങ്ങനെ പുറത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആ ഇസ്തിഗ്ഫാർ ചെയ്യണോന് ഭയങ്കര എനർജിയാണ്. വീണ്ടും അത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനുള്ളൊരു എനർജി കൂടെ ആയിരിക്കും.